വേഗം നടക്കും മോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടംകൊള്ളന്റെ ആള് പോന്നു. നിർത്തടാ. സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാല്ലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ വീഴുവോ? ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിയ വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയെ ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയച്ഛനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ചാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷസ് സിഗരറ്റ് വലിക്കും രാഘവേട്ട. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ, മന്ത്രവാദിയെ കൊണ്ടുവരുന്ന എന്തിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ? അത് നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ഛനല്ലേ? നീ കേറ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പായസ ഇഷ്ടം. എന്തോന്നാടാ ഇത്? പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ടത്തിരിഞ്ഞോളോ നിർബന്ധം അല്ലേ? ചുണ്ടത്തിരിക്കണം നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിന്റെ ചുമര് ഞാൻ ശരിയാക്കില്ലേ. ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ഇതിന് ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. ഓ, അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ്. ഉദാഹരണത്തിന് മതി മതി, നിന്റെ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാചകം അടിച്ചത്? ഞാൻ നിർത്തി. ഞാൻ നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാചകടി. മീനാക്ഷി, എന്തോ നിന്നെ അല്ലടാ, എനിക്ക് തോന്നി. മീനാക്ഷി, എന്താ അമ്മമ്മേ? നീ ആ വട്ടച്ചെമ്മീൻ എടുത്തേ, പുറത്തെ തൊഴുത്തിലിരിപ്പുണ്ട്. ആ ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കാൻ പറ്റിയ സമയം. അമ്മമ്മ ഇതാ ചെമ്പ്. ആ നീ അവിടെ എന്ത് നോക്കിക്കാ? എന്ത് നടുവന്ന് നിർത്തിയതാ. ഓ, നടുകൊണ്ടാ നിന്റെ പണിയല്ലേ? എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ. പുലിവാലായോ? എന്താ ചങ്കര? ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ. അയ്യോ, ഇത് മുഴുവൻ പശുവിന് വേണ്ടി ഒഴിച്ചുല്ലോ. നിനക്ക് ചായ മതിയോ? അല്ല, ഈ സമയത്ത് ഞാൻ കഞ്ഞോളം കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ, അതാ നല്ലത്. ഇനി ഇപ്പൊ ഈ അരി തളക്കട്ടെ. നീ എന്താടാ കഞ്ഞിവെള്ളത്തിൽ മുങ്ങി തപ്പുന്നത്? അതെ, ഞാൻ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു. ബില്ല്. പുല്ലല്ല, ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി. അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല. എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. ആണോ? എന്നാലേ നീ ഇങ്ങോട്ട് മാറി. വേണ്ട, ഞാൻ തപ്പിக்கலாம். ഏതായാലും എന്റെ കൈ നിറഞ്ഞു. ഇനി ഗോവിന്ദന്റെ കൈ ബില്ലെന്ന് ചോദിച്ചു നോക്കും മുത്തശ്ശ. അതന്നെ. വലിയ ബില്ല് എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീകേവിലോ? ശ്രീകോവിലെന്നാ ഉദ്ദേശിച്ചത്. ആരെ? എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പാനിലെ പാട്ടും വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയോടെ നിൽക്കുന്നുമില്ലേ? അത് മുഴുവൻ വായിച്ചനെ. മുളകത്തു ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടലൊരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതാണെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി പോയി പണിയെടുക്കടാ. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറലല്ലേ തൂറിയത്.
വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. ഇയാളേത് നേരെ നോക്കി നടക്കണോ? ഈ പഴം എന്താ വില? പഴ ഇവിടെ അല്ല, ആ കടയില. ഓ, പഴഞ്ചെരിപ്പാ. എന്താ ഇത്? എന്താ വേണ്ടത്? ആ, ഒരു പഴം, ആ, ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ, ഇത്ര നീളം. സുലൈമാനെ, രാഘവന് ചായ കൊടുത്തേ. ആ, അതാ അടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആന്ന് ഞമ്മക്കറിയൂലേ? അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ. ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? അത് രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. ആ, അയ്യോ പാവം. ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂലൻ. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടെറി. ഞാൻ മേലായി തന്നെ, മനസ്സിലായോ? ഇന്റെ നമസ്കാരം. പടച്ചോനെ, അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലായി. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേല. ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? ശരി. അല്ല, എന്റെ അമ്മേ,
നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ. ആ അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? ഓ അത് 4 ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കാൻ തേച്ച് ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല. കാല് വഴി താഴേക്ക് പോയി. അയ്യോ, ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിൽ ഒത്താവിട് പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ച് പേയും പറയണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമളെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല എങ്ങോട്ടാ രാഘവട്ടെ ഈ കൊലയും തൂക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ ഞാൻ വിചാരിച്ചു കോമളയുടെ വീട്ടിലേക്കായിരിക്കും. നീ വാടാ. ചെല്ലടാ. ചോന്ത്. ഏതാ പഴം പോയി ഉള്ള വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി വല്ലേ വല്ലേ. നിന്റെ കയ്യില് കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ. കണ്ടില്ലേ ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്രയായിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജവലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക്? വീണതാ. സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഒന്നുമില്ല. ആ കുട്ടി എവിടെ അമ്മയുടെ? ഏത് കുട്ടി? അല്ല നിങ്ങളുടെ മീനാക്ഷി. ആ അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്കൊരച്ഛനേ ഉള്ളൂ, ആ കള്ളൂടിയ മാധവൻ. നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? ആ അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റസ്കോ? റിസ്ക് അല്ല, ബന്ന്. എടാ അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് 2 ആൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്. അത് ഇല്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ. അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷാടാ ശങ്കരു. അയ്യോ ആഹാ എന്താ പോയതേട്ടാ? പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ. 3-4 ദിവസമായിട്ട് അവൾ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മിണി അമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നത്? അല്ല ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല 1-ാം മൃഗഡോക്ടർ അല്ലേ? അതെ, തനിക്കൊക്കെ പശു. ഇത് പശുവിനാടോ. അത് പുല്ലും തിന്നുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ. അപ്പൊ ഒരു പകരം സിഗരറ്റ് ചെന്നേ. ബീഡി വല നിർത്തിട്ട് ഇപ്പൊ താൻ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന് നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ എപ്പോഴാ വരികയെന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല നമ്മുടെ മുതലാളി വരുന്നുണ്ട്. എന്നാ ഞാൻ പോട്ടെ. ഗോവിന്ദേട്ടാ, എന്താണോ പച്ചോന്തേ നിന്റെ കൈക്കെന്ത് പറ്റി? ഒരു പഴത്തൊലിമ ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ. പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മയ്ക്ക്? കടവയറ്റിലൊരു നീർക്കെട്ടെ. അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താൽ ശരിയാവും പറഞ്ഞ്. അമ്മണിയുണ്ട് അവിടെ. ആ അമ്മണി എപ്പോഴാ മൂത്രം ഒഴിക്കണ? എന്താ? അമ്മണി അടുത്തല്ല, പശു എപ്പോഴാ മൂത്രം ഒഴിക്കണ? പശു 9:25 ഒരു സമയം. ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം.
അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രോട്ട് അതിന്റെ മൂട്ടി പോയി നിക്കടാ. ആ ആ നിക്ക് ആ. ദാ, ഇതൂടെ പശുവിന് കൊടുത്തേക്ക്. ആ, ഇങ്ങനെ ശരി. ആ പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കും അല്ലേ? കൊടുത്ത് നോക്ക. ആ കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണാവോ കൊടുക്കുന്നത്? ഗോവിന്ദേട്ടോ ഹ, നീ ആ തൊഴുത്തി പോയി. ഞാൻ പോവന്നെയാണെന്നേ. എന്താ രണ്ടുപേരും കൂടെ? സാധനങ്ങൾ വേണം. ആ. പച്ചരി വന്നിട്ടുണ്ടോ? ഉണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടന് അമ്മനെ അടുത്തേക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവന്റെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുണ്ട്. അതുകൊണ്ട് തോല് നിനക്ക് പഴം എനിക്കും. കേട്ടോ, നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ, വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയെന്ന് നോക്കണ്ടേ? അമ്മനമ്മേ, അമ്മനമ്മേ, അമ്മനമ്മേ. അമ്മമ്മ കളപ്പില്ല. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം. പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു വിശപ്പിങ്ങനെ. രണ്ടു പഴം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാലുടിച്ചാലോ? തൊണ്ട വരൾന്ന് വെള്ളം തായ്ക്ക് വിശന്നിട്ട് വയ്യ. അതെ വിശന്നിട്ട്. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. വിശപ്പ് പറഞ്ഞില്ല. വേണ്ട. നിനക്ക് വേണ്ടല്ല? അല്ല വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താവാനായിട്ട്? തിന്നിട്ടും വിശപ്പ് പറഞ്ഞില്ല. എന്ത് പണ്ടാരോണാവാ. എന്റെ ബലമായ സംശയം ഫുഡ് പോയിസൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. ആ അവള് അമ്മയാണ്. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മണിയടുത്തിന്റെ കൂടെ. ഇതെന്താ രാഘേട്ടന് പറ്റിയത്? ആവോ എവിടേക്കാ രാഘവട്ടെ രാവിലെ വടിയും പിടിച്ചു കൊടുക്കണം? അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലടാ ചേട്ടകളെ. വിട്ടോ. എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ. അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം. ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യമില്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുങ്ങളുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ.
പല്ലുതേപ്പും കുളിയായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കര വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലൂന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായിരിക്കും ഞങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ. പുഴയിലും വെള്ളം ഇല്ലേ? ഇനി മണല് വാരി കുളിക്കേണ്ടി വരുമോ? നീ ഇതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക്? എന്താ പുഴയിലൊരു കുളി? നാട്ടുമ്പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കല്ലേ ഇവിടെ ചില ചെറ്റകള്. കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ പക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എന്ത് വിലക്കാണെങ്കിലും ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ഇല്ല. അത് പോട്ടെ, ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു? ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ. അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണി എടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണി എടുത്തി ഗോവിന്ദേട്ടൻ പിന്നെ നിന്റെ ആ സൊൽഗാടി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപകം ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്ത് മാന? വാക്മാൻ. ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ, അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ. അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണേണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മണി എടുത്ത് ചവിട്ടിൽ വെക്കും. അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും. ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാകാൻ വഴിയില്ല. കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും. അവസാനം അവന്റെ കയ്യിലാവും. അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല, നല്ലവനാന്ന രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല്? കോമൺ ആയിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ? കള്ളന് കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. കാക്ക